പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഹറാമുകളൊന്നും തന്നെ ഇല്ലാതെ, ആണും പെണ്ണും പരസ്പരം ഇടകലരാതെ, നിസ്കാരങ്ങൾ ഖളായി പോകാതെ, ആണും പെണ്ണും പരസ്പരം കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത, ഹറാമായ പാട്ടുകളും കൂത്തുകളും ഇല്ലാത്ത, സ്വന്തം മകളെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കലില്ലാത്ത, ഒരു ഹറാമും ഇല്ലാത്ത ഒരു കല്യാണത്തിന്റെ വീടുണ്ടെങ്കിൽ, ഒരാഘോഷത്തിന്റെ വീടുകളുണ്ടെങ്കിൽ, അതെത്രേ ചെറിയ ആഘോഷമാണെങ്കിൽ, 10 ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തതാണെങ്കിലും അവിടെയെല്ലാം മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ കാവലുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ദുആ ഉണ്ട്. അതേ സമയത്ത് കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചുകൊണ്ടുള്ള കല്യാണമാണ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കല്യാണമാണ്, വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്യങ്ങളും മുതലാളിമാരും മന്ത്രിമാരും വന്ന കല്യാണമാണ്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള വലിയ കല്യാണമാണ്. പക്ഷേ അന്യാണും പെണ്ണും പരസ്പരം ഒന്നിക്കുന്ന, അന്യ പെണ്ണിനെ അന്യാണിനെ പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന, പാട്ടുകളും കൂത്തുകളും ആർമാദങ്ങളും നടക്കുന്ന, പരിശുദ്ധ നിസ്കാരം ഖളായി പോകുന്ന കല്യാണമാണെങ്കിൽ, അത് എത്ര ചെലവഴിച്ചതാണെങ്കിലും അത് പടച്ചവന്റെ പൊരുത്തമില്ല, അത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ല, മലക്കുകൾ ആ വീട്ടിൽ വരികയില്ല, അവിടെ ഔലിയാക്കളുടെ സാന്നിധ്യമില്ല. പ്രിയപ്പെട്ട ബാപ്പാ, ഏത് സാദാത്യങ്ങൾ ദുആ ചെയ്തിട്ടും, ഏത് പണ്ഡിതന്മാര് ദുആ ചെയ്തിട്ടും നിന്റെ മകളുടെ ജീവിതത്തിൽ ബറക്കത്തില്ല. അത് സാദാത്യങ്ങളുടെ കുറവ് കൊണ്ടല്ല, ആലിമീങ്ങളുടെ കുറവ് കൊണ്ടല്ല, നീയാണതിന് കാരണം. എന്റെ മകളുടെ കല്യാണം അത് ആലിമീങ്ങൾ വരുന്നതോടൊപ്പം, സാദാത്യങ്ങൾ വരുന്നതോടൊപ്പം, ഒരു ഹറാമും ഇല്ലാതെ, ഒരു അന്യാണും പെണ്ണും ഇടകലരാൻ ചാൻസ് ഇല്ലാതെ, ഒരു ഹറാമായ രൂപത്തിലുള്ള ചെലവഴിക്കലില്ലാതെ, അമിതമായ ചെലവഴിക്കലില്ലാതെ, വലാ തുബദ്ദിറൂ, നിങ്ങൾ അമിതമായി ചെലവഴിക്കുന്നവരാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. അങ്ങനെ ചെലവഴിക്കൽ അത് പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്.